പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതില്ല, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമില്ല. നിങ്ങൾ വിചാരിക്കും ഇവള് മീനും കൊണ്ട് ഇങ്ങോട്ടാ പോണത്. എനിക്ക് സങ്കടം വരുമ്പോ പുറത്തിരുന്ന് മീൻ മുറിച്ചാ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. എൻ്റെ കൂടെ കൂടിയോ കുക്കമാണ്. അപ്പില്ലേ ഗൈസ്, എനിക്ക് ഇന്നലെ ഭയങ്കര വിഷമം വന്നേ. ഇന്നലെ അല്ല, 2-3 ദിവസമായി വിഷമം വരാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ എന്ത് പണി ചെയ്ത്, കോതി ബീച്ചിൽ പോയിട്ട് 1 കിലോ അയല ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കും. അപ്പം ഈ അയല എടുക്കാം, നമ്മൾ ഭഗവാനേന്ന് ശത്രുക്കളെ മനസ്സിൽ വിചാരിച്ച് ഈ അയല അങ്ങോട്ട് കൈകൊണ്ട് പിടിക്കുക. എന്നിട്ട് ഈ അയലനെ ഇങ്ങനെ മുറിക്കുമ്പോഴേ ആ ശത്രുവിനെ ഇങ്ങനെ മനസ്സിൽ കാണാം. അപ്പം മനസ്സിലാവും ഓളേ ഇതിൻ്റെ ഒരു റിയാലിസ്റ്റിക് ഉണ്ട് അത്. അപ്പം അതിലെന്നെ ഇങ്ങനെ എല്ലാ ഭാഗവും പറക്കരുതടാ പട്ടി എന്ന് പറഞ്ഞിട്ടാ അതിലെന്നെ. അപ്പോഴാണ് ഞാൻ എൻ്റെ കുറേ വിഷമങ്ങൾ മറക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ വിഷമെല്ലാം സഹിക്കാൻ കഴിയാണ്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ ഈ അയല വാങ്ങി മുറിച്ചാലെന്താ, എന്നിട്ടും നമുക്ക് വിഷമം തീർന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ അയലനെ എന്ത് ചെയ്യാം, പൊരിക്കാം. മുളകൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ട് പൊരിക്കാം. എന്നിട്ട് അതങ്ങോട്ട് തിന്നാം. അപ്പൊ നമ്മള് പകുതി വിഷമം മാറിയില്ലേ, ആർക്കും നഷ്ടവും ഇല്ല. കൂട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സഹജീവികൾക്ക് ഭക്ഷണവുമായി. ഹോട്ടലിൽ നിന്ന് വാങ്ങി കാശും കളയണ്ട. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നത്തെ എന്റെ ശത്രുവാണിത്. എങ്ങനെയുണ്ട്? അവിടെ നിന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അങ്ങോട്ടേക്ക് തരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വന്നത് തിന്നണം. വെല്ലുവിളിക്കുകയാണ് മോനെ, വാ വാ ഇതൊന്ന് തിന്ന് ഞാനൊന്ന് കാണട്ടെ. പോവേ, 10 മിനിറ്റ് കൊള്ളു, ഞാൻ പോവും. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ ശത്രുവായി മുറിച്ച വീഡിയോയുമായി ഞങ്ങൾ കടക്കുകയാണ്. ഓക്കേ.